ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് ഈ പ്രഗ്നൻസിയിൽ ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റി നോക്കാം. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ പ്രഗ്നൻസി ഹോർമോൺ എത്ര ലെവലുണ്ടെന്ന് നോക്കും. അതാണ് ഫസ്റ്റ് ചെയ്യുന്ന പ്രഗ്നൻസി ടെസ്റ്റ്. β-HCG എന്നുള്ള ഹോർമോൺ ടെസ്റ്റ് നോക്കും. സാധാരണ ഈ പ്രഗ്നൻസി ഹോർമോൺ ലെവൽ നോക്കുമ്പോൾ എത്ര ആഴ്ചയായിന്ന് ഏകദേശം പറയാൻ പറ്റും. പിന്നെ പ്രഗ്നൻസി ശരിയായ രീതിയിൽ വളരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിലൊക്കെ ഈ ഹോർമോൺ ലെവൽ കുറവായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അത് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് പ്രഗ്നൻസി ആ ഹോർമോൺ ലെവൽ കൂടുന്നുണ്ടോ എന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ സ്കാൻ ചെയ്തിട്ട് യൂട്രസിൻ്റെ ഉള്ളിൽ ജസ്റ്റേഷണൽ സാക്ക് വരുന്നുണ്ടോ എന്നുള്ളത് സീരിയലായിട്ട് മോണിറ്റർ ചെയ്ത് നോക്കേണ്ടി വരും. ഈ β-HCG ഹോർമോൺ ട്വിൻസ് പ്രഗ്നൻസിയിലും വെസിക്കുലാർ മോൾ എന്ന കണ്ടീഷനിലും കൂടി നിൽക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെ ഈ പ്രഗ്നൻസി ഹോർമോൺ ലെവൽ നോക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി ആണോ അല്ലെങ്കിൽ ഫെയിലിംഗ് പ്രഗ്നൻസി ആണോ, ട്വിൻസ് ഉണ്ടോ, വെസിക്കുലാർ മോൾ ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരിയായ രീതിയിൽ പ്രഗ്നൻസി യൂട്രസിൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മദറിന് ചില ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. അത് മദറിൻ്റെ ഹീമോഗ്ലോബിൻ നോക്കണം, ഷുഗർ നോക്കണം, തൈറോയ്ഡ് നോക്കണം, ബ്ലഡ് ഗ്രൂപ്പ് ആൻഡ് RH നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സകളും ഫർദർ ടെസ്റ്റിങ്ങും വേണ്ടി വരും. ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അപ്പോൾ ICT എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് സ്കൂം ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റും കൂടെ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ 13-14 ആഴ്ചയിൽ നമ്മൾ ക്രോമസോം ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിന് വേണ്ടിയിട്ട് ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ, ക്വാഡ്രപ്പിൾ മാർക്കർ എന്നുള്ള രീതിയിലുള്ള ടെസ്റ്റുകളും കൂടെ ചെയ്യാറുണ്ട്. പിന്നെ ഷുഗറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്, ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ ഈ ഡയബറ്റിക് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ, അതിന് റിസ്ക് കൂടുതലുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ചാലഞ്ച് ടെസ്റ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ ഷുഗറിൻ്റെ ലെവല് കൂടുതലാണെങ്കിൽ GTT എന്നുള്ള വേറൊരു ടെസ്റ്റും കൂടെ ചെയ്യും. അങ്ങനെ ആ ടെസ്റ്റിലും അബ്നോർമലായിട്ട് കാണുകയാണെങ്കിൽ ഡയബറ്റീസിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. പിന്നെ ഡയബറ്റിക് മോണിറ്ററിങ്ങും ചെയ്യേണ്ടിയുണ്ട്. ഇപ്പം ഇതെല്ലാമാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. പിന്നെ ചിലപ്പോൾ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ വരികയാണെങ്കിൽ വേറെ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളും കൂടെ അതിൻ്റെ കൂടെ ചെയ്യേണ്ടി വരും. പിന്നെ ചിലപ്പോൾ റുബെല്ല ടെസ്റ്റ് എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. റുബെല്ല ഇമ്മ്യൂണിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിനുള്ള ടെസ്റ്റുകൾ ചെയ്യും. പിന്നെ പേഷ്യൻറ്റിന് എന്തെങ്കിലും വേറെ പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ അതിന് അക്കോർഡിംഗ്ലി ആയിട്ടുള്ള ടെസ്റ്റുകളും ചെയ്യാറുണ്ട്.